കേരളത്തിൽ സാമുദായിക സംഘടനകളുടെ പിൻബലത്തിൽ മാത്രം അധികാരത്തിൽ വന്നിട്ടുള്ള മുന്നണിയാണ് UDF. പാർട്ടി പദവികൾ മുതൽ സീറ്റ് നിർണയങ്ങൾ വരെ കാലാകാലങ്ങളിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളതും സാമുദായിക അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വെപ്പാണ്. അതുകൊണ്ട് തന്നെ അവരെ പിന്തുണച്ചു വരുന്ന ഏത് വിഭാഗം കൈവിട്ടാലും അത് UDFന്റെ അടിത്തറയെ തന്നെയാണ് തകർക്കുക എന്നൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ക്രൈസ്തവ വിഭാഗത്തിലെ പ്രബല വിഭാഗമാണ് ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. ഈ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ പ്രതിനിധീകരിച്ചിരുന്ന ഒരു സഭ കൂടിയാണിത്. ആ സഭയാണിപ്പോൾ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്നത്. കോൺഗ്രസ് പുനഃസംഘടനയിൽ ചാണ്ടിയുമ്മനെയും അതുപോലെ തന്നെ അബിൻ വർക്കിയെയും തഴഞ്ഞതാണ് ഓർത്തഡോക്സ് സഭയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സഭയുടെ ഈ നിലപാടിനെതിരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്ത് വന്നത് ഇരു വിഭാഗവും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാക്കാനാണ് കാരണമായിരിക്കുന്നത്. ഈ സഭയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിൽ പുനഃസംഘടന നടത്തുന്നത് എന്നാണ് സണ്ണി ജോസഫ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും 100% തൃപ്തരാക്കാനാകില്ലെന്നും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സഭ ഇടപെടേണ്ട കാര്യമില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഈ വാക്കുകളിൽ ഒരു ഹീറോയിസം ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ഏതെങ്കിലും പ്രത്യേക ഒരു വിഭാഗത്തിന് കീഴ്പ്പെടാതെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അല്ലെന്നും സണ്ണി ജോസഫ് CPM സംസ്ഥാന സെക്രട്ടറി അല്ലെന്നുമാണ് അദ്ദേഹം ഓർക്കാതെ പോയിരിക്കുന്നത്. ഈ സാമുദായിക സംഘടനകൾ ഇരിക്കാൻ പറഞ്ഞാൽ നിലത്തിഴയുന്ന ശീലമുള്ള പാർട്ടികൾ ഇത്തരം ഹീറോയിസം കാണിച്ചാൽ അത് ശരിക്കും കോമഡി ആയിട്ടാണ് മാറുക. ഈ സണ്ണി ജോസഫിനെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിച്ചത് KC വേണുഗോപാൽ ആയാലും അല്ലെങ്കിൽ മറ്റേത് നേതാവായാലും പണി പാളും എന്ന് തന്നെ പറയേണ്ടി വരും. കേരള ഭരണം പിടിക്കുക എന്ന UDFന്റെ പ്രതീക്ഷകൾ തകർക്കാൻ മാത്രമല്ല ഉള്ള സീറ്റുകളിൽ പലതും നഷ്ടപ്പെടുത്താനും സണ്ണി ജോസഫിന്റെ ഈ പ്രകോപനം കാരണമാകാനാണ് സാധ്യത.